ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമുക്കിതൊരു ബട്ടർ കോഫി അല്ലെങ്കിൽ ബുള്ളറ്റ് കോഫി ആയാലോ? അതിനുവേണ്ടി നല്ല തിളയ്ക്കുന്ന വെള്ളം വേണം. അതുപോലെ തന്നെ ബ്രൂവിൻ്റെ അല്ലെങ്കിൽ നെസ്കഫയുടെ ഇൻസ്റ്റൻറ്റ് കോഫി വേണം. പിന്നെ ഉപ്പില്ലാത്ത ബട്ടർ, അതേതും ആയിക്കോട്ടെ, അൺസോൾട്ടഡ് ബട്ടറും കൂടി നമുക്ക് ആവശ്യമുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏത് കോഫി ആയാലും കുഴപ്പമില്ല, ബ്രൂവോ നെസ്കാഫയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൺറൈസോ ഏതായാലും കുഴപ്പമില്ല. ഒരു ഇൻസ്റ്റൻറ്റ് കോഫിയിലേക്ക് മിക്സ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ 50 ഗ്രാം ബട്ടറാണ് കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ ഡയറ്റുകാർ ഉപയോഗിക്കുന്നത്. രാവിലത്തെ മോർണിംഗ് ബുള്ളറ്റ് കോഫി എന്ന് പറയും. അതായത് ഈ ഒരു കോഫി കുടിച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 8-9 വരെയൊക്കെ നമുക്ക് വിശക്കാതെ നിൽക്കും. വിശപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ 50 ഗ്രാം ബട്ടർ കഴിക്കുന്നത്. ഞാനിപ്പോൾ അത്ര ഉപയോഗിച്ചിട്ടില്ല, ഞാനിപ്പം ഇന്നിപ്പോൾ കീറ്റോ ഡയറ്റിലൊന്നും അല്ല, അതുകൊണ്ട് തന്നെ അത്രയും ബട്ടർ എടുത്തിട്ടില്ല. പക്ഷേ എന്നാലും കാണിക്കുന്നത് മാത്രം. വെള്ളം തിളപ്പിച്ചു, അതിലേക്ക് നെസ്കഫെ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി ഇട്ടു, അതിലേക്ക് ബട്ടർ ഇട്ടു. ശേഷം ഞാൻ ഹാൻഡ് ബ്ലെൻഡറാണിത്. അത് ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തണുത്ത ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം. ചൂടോടുകൂടി മിക്സിയിൽ അടിച്ചെങ്കിൽ അറിയാമല്ലോ, ഉറപ്പായിട്ട് അത് അടപ്പ് തുറന്ന് തെറിച്ച് നമ്മളുടെ ദേഹത്തൊക്കെ വീഴും. അതുകൊണ്ട് മിക്സിയിലടിക്കുന്നവർ ഒന്ന് ചൂട് താന്നിട്ട് അടിക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ കണ്ട് ഇപ്പോൾ ഒന്ന് തണുപ്പായിട്ടുണ്ട്, ഞാനത് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ തണുപ്പാകും. മഗ്ഗിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഞാൻ ബീറ്റ് ചെയ്യുക. കാര്യം അത് ആ വലിയ സോസ് പാനിലെന്ന് പറയുമ്പോഴേക്കും അളവ് കുറവല്ലേ ഉള്ളൂ, പൊക്കം കുറവല്ലേ, ബീറ്റ് ചെയ്യാൻ പാടാണ്. ഇതിപ്പോൾ കപ്പിലേക്ക് ഒഴിക്കുമ്പോൾ ഒരാവശ്യത്തിലധികം പൊക്കം കിട്ടുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നന്നായിട്ട് ബ്ലെൻഡ് ആവും തോറും ആ കോഫിയുടെ കളർ മാറി, ബ്ലാക്ക് കോഫിയുടെ നിറം മാറി വൈറ്റ് കോഫിയുടെ നിറത്തിലേക്ക് അത് മാറുന്നുണ്ട്. താഴത്തേക്ക് പോകുന്നില്ല, പക്ഷെ മേൽഭാഗം നല്ലൊരു വൈറ്റ് കോഫിയുടെ നിറം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ബട്ടർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ മാത്രം മതി. കീറ്റോക്കാർക്കും അല്ലെങ്കിൽ ഡയറ്റ് നോക്കുന്നവർക്ക് ഏറ്റവും സൂപ്പർ കോഫി, അവരുടെ സ്റ്റാർട്ടർ ഇതാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ ആദ്യമേ ഉള്ള ഒരു ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ ആകട്ടോ, പഞ്ചസാര ആഡ് ചെയ്യാൻ പാടില്ല. വിത്തൗട്ട് ഷുഗറിലാണ് ഇത് കഴിക്കുന്നത്. ബട്ടറും ഇൻസ്റ്റൻറ്റ് കോഫിയും വെള്ളവും മാത്രം മതി. ഇത് കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു എനർജിയാണ്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. സത്യം പറഞ്ഞാലും രാവിലെ എഴുന്നേറ്റ് നമുക്ക് 8-8 വരെ നമുക്ക് വിശപ്പുണ്ടാകത്തില്ല. ബട്ടർ ആവശ്യം വരെ കഴിക്കണം. 50 ഗ്രാമോളം ഇട്ടാൽ മാത്രമേ ആ ഒരു വിശപ്പിലായി വരത്തില്ല. അല്ലെങ്കിൽ ഇതിപ്പോൾ 1 സ്പൂൺ 2 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ വിശപ്പിലായി വരത്തില്ല, കുറച്ച് വിശക്കാൻ തുടങ്ങും. ഇതിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാനൊരു ബ്ലാക്ക് കോഫിയുടെ ലെവലിലേക്ക് മാറി, കുറച്ച് കഴിയുമ്പോൾ അത് വൈറ്റ് കോഫിയുടെ ലെവലിലേക്ക് മാറും. ആ ബട്ടർ ഫുള്ള് ആ സ്മൂത്തായിട്ട് മുകളിലോട്ട് പൊങ്ങി വരുമ്പോഴേക്കും കണ്ടോ ഒരു കോഫിയുടെ നിറത്തിലേക്കായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ബുള്ളറ്റ് കോഫി അല്ലെങ്കിൽ ഡയറ്റ് കോഫി എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റാണ്. പഞ്ചസാര ഉപയോഗിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു കോഫിയാണിത്. ഈ നമ്മുടെ ബുള്ളറ്റ് കോഫി അല്ലെങ്കിൽ ഡയറ്റ് കോഫി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബട്ടർ കോഫി എന്നൊക്കെ പറയും. അപ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ എടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പം നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ബൈ.